శరీర స్వీకార్యత నేడున్నటినాయ్ അൻഗേൻ വസ്ത്രം ധരിക്കണമെന്നു നിർദ്ദേശിക്കുന്ന സമൂഹത്തിലെ ഫാഷൻ നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും വെല്ലുവിളിക്കേണ്ടതു അത്യാവശ്യമാണു. നമ്മുടെ ശരീരത്തെ സ്വീകരിക്കുക എന്നാൽ നാം സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ധരിക്കാനുള്ള സ്വാതന്ത്ര്യം സ്വീകരിക്കുക, നമ്മുടെ സ്വയം പ്രകടനത്തെ പരിമിതപ്പെടുത്തുന്ന ഏകപക്ഷീയമായ മാർഗനിർദ്ദേശങ്ങൾ അവഗണിക്കുക എന്നാണ്. ഫാഷൻ പ്രതീക്ഷകളുടെ പരിധികളിൽ നിന്നു മുക്തരാകുന്നതിലൂടെ സാധ്യതകളുടെ ഒരു ലോകത്തേക്കു നാം സ്വയം തുറക്കുകയും മറ്റുള്ളവരെയും അതു ചെയ്യാൻ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. വസ്ത്രങ്ങൾക്കു നമ്മുടെ ശരീരത്തെക്കുറിച്ചു നമുക്കു അൻഗേൻ തോന്നുന്നു എന്നതിനെ സ്വാധീനിക്കുകയും സ്വയം പ്രകടിപ്പിക്കാനുള്ള ഒരു ഉപകരണമായി ഫാഷൻ ഉപയോഗിക്കുന്നതിലൂടെയും വൈവിധ്യമാർന്ന ശൈലികൾ സ്വീകരിക്കുന്നതിലൂടെയും സുഖസൗകര്യങ്ങൾക്കു മുൻഗണന നൽകുന്നതിലൂടെയും നമ്മുടെ ശരീരവുമായി ഒരു പോസിറ്റീവും ശാക്തീകരണപരവുമായ ബന്ധം സൃഷ്ടിക്കാൻ കഴിയും. വ്യക്തിത്വത്തിന്റെ സൗന്ദര്യത്തെ നമുക്കു ആഘോഷിക്കാം, സാമൂഹിക മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാം, വസ്ത്രങ്ങൾ ശരീര സ്വീകാര്യതയ്ക്കു ഒരു ഉത്തേജകമായി മാറുന്ന ഒരു സംസ്കാരം കെട്ടിപ്പടുക്കാം. ഓരോ ശരീരവും അദ്വിതീയമാണെന്നും ആഘോഷിക്കപ്പെടാൻ അർഹമാണെന്നും സ്വയം സ്നേഹത്തിലേക്കും ശരീര പോസിറ്റിവിലേക്കും ഉള്ള നമ്മുടെ യാത്രയിൽ ഫാഷനു ശക്തമായ ഒരു സഖ്യകക്ഷിയെ ആക്കാമെന്നും ഓർമ്മിക്കുക. നമ്മുടെ വസ്ത്രങ്ങളിൽ സുഖം തോന്നുന്നതു ശരീര സ്വീകാര്യതയുടെ ഒരു നിർണായക വശമാണു. നാം സുഖസൗകര്യങ്ങൾക്കു മുൻഗണന നൽകുമ്പോൾ നമ്മുടെ ശരീരത്തിനു സ്വതന്ത്രമായി സംഗ്രഹിക്കാനും നിയന്ത്രണങ്ങളില്ലാതെ നിലനിൽക്കാനും കഴിയുന്ന ഒരു ഇടം നാം സൃഷ്ടിക്കുന്നു. ക്ഷേമത്തിനു നൽകുന്ന ഈ ഊന്നൽ ജീവിതത്തിലെ സന്തോഷത്തിലും അനുഭവങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നാം അനുവദിക്കുന്നു, മറിച്ചു ഏതെങ്കിലും പോരായ്മകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനു പകരം നമ്മുടെ ക്ഷേമത്തിനു അനുയോജ്യവും നമ്മുടെ ശാരീരികാവസ്ഥയെ പിന്തുണയ്ക്കുന്നതുമായ വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ ശരീരവുമായി ഒരു നല്ല ബന്ധം വളർത്തിയെടുക്കുകയും സ്വയം പരിചരണത്തിനു മുൻഗണന നൽകുകയും ചെയ്യുന്നു. എല്ലാ ശരീര തരങ്ങളുടെയും ആകൃതികളുടെയും വലുപ്പങ്ങളുടെയും രൂപങ്ങളുടെയും സ്വീകാര്യതയ്ക്കും ആഘോഷത്തിനും വേണ്ടി വടിക്കുന്ന ഒരു സാമൂഹികവും സാംസ്കാരികവുമായ പ്രസ്ഥാനമാണു ബോഡി പോസിറ്റിവിറ്റി പ്രസ്ഥാനം. ആകർഷണീയതയുടെ ഐഡംഗീയ ആദർശങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഉൾക്കൊള്ളൽ, സ്വയം സ്വീകാര്യത, ശാക്തീകരണം എന്നിവയുടെ ഒരു സംസ്കാരം സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാമൂഹിക സൗന്ദര്യ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാനും പൊളിച്ചെഴുതാനും ഇത് ശ്രമിക്കുന്നു. ശരീര പോസിറ്റിവിറ്റി വലുപ്പം പരിഗണിക്കാതെ താൻ എല്ലാ ശരീരങ്ങളും സ്നേഹത്തിനും ബഹുമാനത്തിനും സ്വീകാര്യതയ്ക്കും അർഹമാണെന്നു ഊന്നി പറയുന്നു. ഇത് ഫാറ്റ്ഫോബിയയെ വെല്ലുവിളിക്കുകയും ഭാരം അടിസ്ഥാനമാക്കിയുള്ള കലങ്കം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു.